ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. മെക്സിക്കോയുടെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ അമേരിക്ക, ഇറാൻ തമ്മിൽ ജനീവയിൽ നടത്താനിരിക്കുന്ന ചർച്ച, അങ്ങനെ ഇന്ത്യ വ്യാപാര കരാർ ഒപ്പുവയ്ക്കാൻ അമേരിക്കയിൽ എത്താത്തത്, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. എന്നാലും ട്രംപ് കട്ടക്കലിപ്പിലാണ്. എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ട്രംപ് ആദ്യമേ തന്നെ ട്രാവൽ അഡ്വൈസറി കൊടുത്തിരിക്കുകയാണ്. ട്രാവൽ അഡ്വൈസറി എന്ന് പറഞ്ഞാൽ എങ്കിൽ മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിലേക്ക്, അതായത് കുവൈറ്റ്, ബഹ്റൈൻ, ഖത്താർ, ഒമാൻ, UAE, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനിരിക്കുന്ന ആൾക്കാർ, ആരെങ്കിലും ഓയിൽ റിഫൈനറിയിലൊക്കെ പണിയെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് യാത്ര പോകരുത്, അത് ഒഴിവാക്കണം എന്നുള്ള ഒരു പ്രഖ്യാപനം അമേരിക്കയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം 26-ാം തീയതി, ഇപ്പം ഇന്ന് 24-ആണ്, ഇനി വരുന്ന 2 ദിവസത്തിനുള്ളിൽ 26-ാം തീയതി ജനീവയിൽ വെച്ചിട്ട് വീണ്ടും ഒരു കൂടിക്കാഴ്ച അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ 2 രാജ്യങ്ങളും ഈ ചർച്ച പരാജയപ്പെടുമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ പരാജയപ്പെടുമെന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ പീറ്റർ ഹെഗ്സെത്ത്, അമേരിക്കയുടെ വാർ സെക്രട്ടറി പീറ്റർ ഹെഗ്സെത്ത് പറഞ്ഞിരിക്കുന്നത് ഇറാനിന് ഒരു അവസരമാണ്, ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്, ഞങ്ങളൊരു നല്ല അവസരമാണ് കൊടുക്കുന്നത്, വേണമെങ്കിൽ അവർക്ക് ഇതിൽ ക്യാപ്ചർ ചെയ്ത് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം വരുത്താം, ഒരു ക്ലാരിറ്റി വരുത്താം, അല്ല ഇതിനവർ സഹകരിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും എന്നൊക്കെയാണ് പീറ്റർ ഹെഗ്സെത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇറാൻ്റെ സൈഡിൽ നിന്ന് അതിന് ഒരു മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. ഒറ്റ മറുപടി ഒന്നുമില്ല, നിങ്ങൾ സാങ്ഷൻസ്, ഞങ്ങൾക്കെതിരെയുള്ള ഉപരോധങ്ങളെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ചർച്ചയ്ക്ക് വരൂ, അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. തോന്നുന്നില്ല എന്നാണ് ഇറാൻ്റെ നിലപാട്. ഇറാൻ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം പരീക്ഷണം നടത്തി ഡിപ്ലോയ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് റഷ്യയുമായിട്ട് വലിയൊരു ഡീൽ സൈൻ ചെയ്യുന്നതിന്, അതായത് എയർ ഡിഫൻസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എഗ്രിമെൻറ്റ്, ബില്യൺ ഡോളർ ഡീലിലേക്ക് പോകാനുള്ള താല്പര്യം റഷ്യയും ഇറാനും കാണിക്കുന്നുണ്ട്. ഇറാൻ ആണെങ്കിൽ മാസങ്ങളോളം വാർഷിപ്പുകളൊക്കെ കൊണ്ടിട്ട് ഇറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാനിൻ്റെ ഉള്ളിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അവരുടെ ട്രേഡ് കുത്തനെ താന്നിരിക്കുകയാണ്. ഇവിടെ ആ രാജ്യം വല്ലാത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലോട്ടാണ് ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിനു മുമ്പും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അതിരൂക്ഷമായ നിലയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നാണ് പൊതുവിൽ വാർത്തകൾ വരുന്നത്. അതുപോലെ ഇറാൻ്റെ ഉള്ളിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് മിനിഞ്ഞാന്നൊരു 17 സ്ഥലങ്ങളിൽ 17 യൂണിവേഴ്സിറ്റിയിലുള്ള വിദ്യാർത്ഥികളാണ് പുറത്തിറങ്ങി സമരം ചെയ്തത്. അതുപോലെ തന്നെ ഇന്നലെ 14 യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കുട്ടികൾ ഇറങ്ങി സമരം ചെയ്തിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ സമരത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടിപിടി, ഷോപ്പ് കത്തിക്കൽ, അതുപോലെ പൊതുമുതൽ നശിപ്പിക്കൽ, ഇമാതിരിയുള്ള പ്രവൃത്തികളൊന്നുമില്ല. അവർ ശരിക്കും ആയത്തുൽ ഖമനേയിക്കെതിരെയുള്ള സ്ലോഗൻസ് മാത്രമാണ് അവർ ഉയർത്തുന്നത്. അപ്പം പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്നുള്ള അവസ്ഥയിൽ ഇറാൻ്റെ ഉള്ളിൽ അവർ പ്രതിഷേധം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഇപ്പം ഈ വെറും പ്രതിഷേധം മാത്രമാണ് നടത്തുന്നത് എങ്കിൽ ഇറാനിയൻ ഗവൺമെൻറ് അഥവാ IRGC അവർക്കെതിരെ ഒരു നടപടി എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കലാപങ്ങളില്ല, പക്ഷേ പ്രതിഷേധങ്ങളുണ്ട്. അതാണ് ഇറാൻ്റെ ഉള്ളിലുള്ള അന്തരീക്ഷം. ഞാൻ ഈ വെച്ചിരിക്കുന്ന മാപ്പിൽ എവിടെയൊക്കെ ഡോട്ട് ഇട്ടിട്ടുണ്ടോ ആ പ്രദേശങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ നടന്നത്. അമേരിക്കയുടെ ജനറൽ ടോം, പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് യുദ്ധം എന്ന് പറയുന്നത് നല്ലൊരു തീരുമാനമല്ല, തീർച്ചയായിട്ടും ഇറാനുമായിട്ട് ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അമേരിക്കയുടെ ആർമി ജനറലിൻ്റെ പക്കൽ നിന്ന് വന്നിരിക്കുന്ന വാർത്തയാണിത്. അപ്പോൾ ഇതിൽ ശരിക്കും ഇത് അമേരിക്കയിലുണ്ടായ ഒരു ഡിസ്കഷനാണ്, അതിനെ ഇത്തരത്തിലാണ് ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല. കാരണം ഈ ജനറലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ തുടർന്ന് മാധ്യമങ്ങളൊക്കെ നറേറ്റ് ചെയ്തിരിക്കുന്നത് ലിമിറ്റഡ് അറ്റാക്ക് ആയിരിക്കും എന്നുള്ള നിലയിലാണ്. ഇന്ന് രാവിലെ ട്രംപിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ ലിമിറ്റഡ് അറ്റാക്കാണ് ഇറാൻ്റെ മേലിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്, പക്ഷേ ഇത്രമാത്രം മാസീവായിട്ടുള്ള രീതിയിൽ ഇത്രയും മിലിറ്ററി ട്രൂപ്പുകളെ നിങ്ങൾ മൊബിലൈസ് ചെയ്തിട്ട് ലിമിറ്റഡ് അറ്റാക്കിന് വേണ്ടിയിട്ടാണോ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അങ്ങനെയൊന്നുമില്ല, ആരാണിത് പറഞ്ഞത് എന്നുള്ള രീതിയിൽ ട്രംപ് ക്ഷുഭിതനായിട്ട്, ഒരു തരത്തിലും അങ്ങനെയില്ല, ഇറാൻ്റെ മേലിൽ ഞങ്ങൾ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു യുദ്ധത്തിനാണ് തയ്യാറെടുക്കുന്നത്. അപ്പം ഇതിൽ ട്രംപിനൊരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രഷർ ഇട്ടിട്ടും ഇറാൻ വഴങ്ങുന്നില്ല എന്നുള്ള ആ ഒരു വിഷയത്തിലാണ് ട്രംപിന് ഇത്തിരി വിഷമമുള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഇറാനും കട്ടയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഇതാണ് നിലവിലെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പശ്ചാത്തലം. ഇത് ഫൈനൽ വാർണിംഗ് ആണ്, ഇത് അവസാനത്തെ താക്കീതാണ് എന്നെല്ലാമുള്ള ഡയലോഗുകളെല്ലാം അമേരിക്കയുടെ സൈഡിൽ നിന്നാണ് വരുന്നത്. പക്ഷേ നിലവിൽ ചർച്ചകളെല്ലാം ചർച്ചകൾ തന്നെയാണ്. അവിടെയും വീണ്ടും ഒരു ബെഞ്ച് മാർക്കോ അല്ലെങ്കിൽ ഇറാൻ കുറച്ച് ടൈം ലൈൻ പർച്ചേസ് ചെയ്യാനുള്ള സാഹചര്യമാണ് നോക്കുക. ഇറാൻ വേണ്ടത് അതാണ്, ടൈം ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകും. അബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞ ആ വാർഷിപ്പിൽ മാത്രം ഏതാണ്ട് 4000 എംപ്ലോയീസ് ഉണ്ട്. ഈ 4000 മുതൽ 4500 എംപ്ലോയീസ് ഉണ്ട് ഈ അബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞ ആ ഒറ്റ വാർഷിപ്പിൽ മാത്രം. ഈ ടോയ്ലറ്റ് സ്വീവറേജിൻ്റെ ഫെസിലിറ്റീസ് കുറവുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ മിഡിൽ ഈസ്റ്റിൽ പല പത്രങ്ങളും അടിച്ചിറക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ സൈഡിൽ അങ്ങനെ ഞങ്ങളുടെ ഷിപ്പിലുള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ ഒരു അസുഖമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഈ ടോയ്ലറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതൊക്കെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ശീലിച്ചിരിക്കുന്ന, ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റിലുള്ള മറ്റുള്ള രാജ്യങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല എന്നാണ് അമേരിക്കയുടെ സ്റ്റേറ്റ്മെന്റ്.
ഇവിടെ ഒരു വീഡിയോ ട്രംപ് ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ഇത് കാനഡയുമായിട്ട് അമേരിക്കൻ ഹോക്കി ടീംസ് രണ്ടുപേരും ഹോക്കി കളിക്കുന്ന രംഗമാണ്. ഇത് ഇന്നലെ നടന്ന മാച്ചിൽ കാനഡ തോറ്റു, അമേരിക്ക വിജയിച്ചു ഹോക്കി മത്സരത്തിൽ. അപ്പോൾ അതിനെ റിസംബിൾ ചെയ്തുകൊണ്ടുള്ള ഒരു AI വീഡിയോ ആണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത്. ഇതാരോ ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണ്. അതിനെ ട്രംപ് എടുത്ത് ട്രംപിൻ്റെ പേജിൽ ഷെയർ ചെയ്തിരിക്കുകയാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ വീഡിയോ വളരെയധികം ഈ വീഡിയോ ഇങ്ങനെ ഒരു മോക്കിംഗ് വീഡിയോ പ്രസിഡന്റ് എടുത്ത് ഷെയർ ചെയ്തത് ശരിയല്ല എന്നുള്ള നിലപാടാണ് കാനഡയ്ക്കുള്ളത്. കാനഡയുടെ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇതിനെതിരെ കമന്റുമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ കനേഡിയൻസ് ഒരുപാട് ഇതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്, വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിഡന്റിന് ഒത്ത പണിയല്ല ഇതെന്നുള്ള രീതിയിലാണ്. പക്ഷേ ട്രംപ് ഇതിനെ ഒരു കോമഡി ബേസിലാണ് എടുത്തിട്ടതെങ്കിലും അത് കനേഡിയൻസിനെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അത്തരത്തിലാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഹോക്കിയിൽ തുടങ്ങിയ അവസാനം ബോക്സിങ്ങിൽ അവസാനിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് മാറിയിരിക്കുകയാണിത്. കാനഡയുമായിട്ടുള്ള ബന്ധം തീർത്തും വഷളായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വഷളാക്കുന്നതിൽ ട്രംപ് നമ്പർ 1 ആണ്. അതിൽ യാതൊരു മാറ്റമില്ല. പിന്നെ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിലെത്തി ട്രേഡ് ഡീൽ സൈൻ ചെയ്യേണ്ടതാണ്. അതിൽ കട്ട കലിപ്പിലാണ് ട്രംപ്. ഇന്ത്യ ഈ ട്രേഡ് ഡീലുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അഡീഷണൽ നെഗോസിയേഷൻ റിക്വസ്റ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഈ കോടതിയിൽ നിന്നും ട്രംപിന്റെ താരിഫിനെ തള്ളിക്കൊണ്ടുള്ള വിധി വന്ന ആ ഡേറ്റിൽ തന്നെ ഇന്ത്യ നമ്മളുടെ എംബസിയിലുള്ള നമ്മുടെ കൗൺസിലർമാരെ വെച്ചിട്ട് ഓൾറെഡി തന്നെ വൈറ്റ് ഹൗസുമായിട്ട് മീഡിയേഷൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അമേരിക്കയുടെ സൈഡിൽ നിന്നും വന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് F-35 പോലത്തെ ഡിഫൻസ് രംഗത്തുള്ള പർച്ചേസ് ഒക്കെ അമേരിക്കയുമായിട്ട് ശക്തിപ്പെടുത്തണം. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് 10% താരിഫിലോട്ടൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ത്യ ഈ ഒരു റിക്വസ്റ്റ് അങ്ങോട്ട് വെച്ചതിന് ശേഷമാണ് ട്രംപിന് ശരിക്കും ഈ പോയ കിളി മടങ്ങി വന്നത്. കോടതിയുടെ വിധി പ്രസ്താവന കേട്ടിട്ട് കിളി പോയിരുന്ന ട്രംപിന് ഇന്ത്യ പോയി സംസാരിച്ചപ്പോഴാണ് കിളി മടങ്ങി വന്നത്. അപ്പോഴാണ് പുള്ളിക്ക് കത്തിയത്. അപ്പോൾ ഈ 10% എന്ന് പറയുന്നത് വളരെ കുറഞ്ഞൊരു താരിഫാണ്. ഇത് വെച്ചിട്ട് ഏത് രാജ്യത്തിനെ നെഗോഷിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും? ഒരുത്തനെ നെഗോഷിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യ പറയുന്ന അനുസരിച്ച് ഒരു ന്യായമുണ്ട്. കാരണം 18% താരിഫ്, മറ്റുള്ളവർക്കൊക്കെ 10%. ഒരു നെഗോസിയേഷനും ചെയ്യാത്ത ആൾക്കാർക്ക് 10%. ഉടനീളം ചർച്ചകൾ നടത്തി നെഗോഷിയേറ്റ് ചെയ്ത് ട്രേഡ്, ഡിഫൻസ്, ഇങ്ങനെ പലതരത്തിലുള്ള വ്യാപാര ബന്ധങ്ങൾ, സെക്യൂരിറ്റി റീസൺസ് ഒക്കെ ശക്തിപ്പെടുത്തുന്ന ഇന്ത്യക്ക് 18%. അപ്പോൾ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഇത് ഞങ്ങൾക്ക് അനുയോജ്യമല്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. ആ നിലപാട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ട്രംപ്. പക്ഷേ എന്നാലും അത് അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥ ട്രംപിനില്ല. അപ്പോൾ അതുകൊണ്ടാണ് ട്രംപ് തിരിച്ചറിവിലാണ്. എന്നുള്ളൊരു കാര്യം ചെയ്യാം, മാക്സിമം ഇതിനകത്ത് 15% ആക്കാമല്ലോ. അപ്പോൾ ആ മാക്സിമം 15% ആക്കിയേക്കാന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത് 15% ആക്കിയത്. അപ്പോഴെങ്കിലും ഇന്ത്യ ഒന്ന് സമാധാനപ്പെടുമല്ലോ. കാരണം ഇന്ത്യക്ക് 18%, അപ്പോൾ ഒരു 3% ഡിഫറൻസ് അല്ലേ വരുന്നുള്ളൂ എന്നുള്ള നിലയിലാണ് ട്രംപ് ചിന്തിച്ചത്. പക്ഷേ ഇവിടെ ഏറ്റവും നിർണായകം ഇന്ത്യയുമായിട്ടുള്ള കരാറാണ്. ആ കരാർ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോൾ പണി പാളിയിരിക്കുകയാണ്. ട്രംപിന്റെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങൾക്കും ഉള്ള ഒരു തടസ്സമായിട്ടാണ് സുപ്രീം കോടതിയുടെ വിധി ഒരു തിരിച്ചടിയായിരിക്കുന്നത്. എനിവേ, ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ട്രംപ് ഇന്റർണലി അവരുടെ രാജ്യത്തിനുള്ളിൽ തന്നെ സംസാരിച്ച് അവരുടെ കോൺഗ്രസിലൊക്കെ അപ്രൂവൽ വാങ്ങിച്ച് ഇതിന് പുതിയ നിയമമൊക്കെ പാസ്സാക്കി താരിഫിന് ഒരു നിരന്തരമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കട്ടെ. അത് കഴിഞ്ഞിട്ടാവാം ബാക്കി കാര്യം. ട്രംപ് വിചാരിച്ചത് ഈ നിലനിൽക്കുന്ന കംപ്ലീറ്റ് ലോ ആൻഡ് ഓർഡർ എല്ലാം തകർത്തുകൊണ്ട് ട്രംപിൻ്റെതായിട്ടുള്ള ഒരു പോളിസി അങ്ങ് നിർമ്മിച്ച് സെപ്പറേറ്റ് ആയിട്ടൊരു വഴിയിൽ കൂടെ സഞ്ചരിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ചില കാര്യങ്ങളിലേക്ക് ചില നിയന്ത്രണങ്ങൾ, അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ ഹെൽപ്ലെസ് ആയിരിക്കും. അത് ഏത് പ്രസിഡന്റ് ആയാലും ശരി തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ഡെമോക്രസിക്ക് കീഴിൽ ഒരു പ്രസിഡന്റായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില മാന്യതകൾ പാലിക്കേണ്ടതുണ്ട്. ആ മ്യൂച്വൽ റെസ്പെക്റ്റ്, അണ്ടർസ്റ്റാൻഡിങ്, മറ്റുള്ള രാജ്യങ്ങളെ ബഹുമാനിക്കുക, ലോകരാജ്യങ്ങളെല്ലാം പുച്ഛത്തോട് കാണാതിരിക്കുക, എല്ലാവർക്കും ഈക്വലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഡിപ്ലോമാറ്റിക്കലി പല രാജ്യങ്ങളുടെയും സ്റ്റേറ്റസ് മുകളിലും താഴെയൊക്കെ ഒരു വേവ് ഫോർമാറ്റിൽ ഉയർന്നും താഴ്ന്നൊക്കെ ആവാം. ഡിപ്പെൻസ് ഓൺ ദ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് രാജ്യവുമായിട്ട് ഡീൽ ചെയ്യുന്നത്, എന്താണ് നമ്മളുടെ നീഡ് എന്നതിനനുസരിച്ച് ഇത് മാറി മാറി വരും. പക്ഷേ ആരെ വേണമെങ്കിലും അപമാനിക്കാം എന്നുള്ള തരത്തിലുള്ള ട്രംപിന്റെ പ്രസ്താവനകളുണ്ടല്ലോ, അതൊക്കെ വളരെ വളരെ മോശം പ്രവർത്തികളാണ്. അത്തരത്തിലുള്ള പ്രവർത്തികളാണ് ട്രംപ് ഉടനീളം ചെയ്തുകൊണ്ടിരുന്നത്. അതിനെയാണ് നമ്മൾ വിമർശിച്ചത്. ട്രംപിന്റെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപ് തെറ്റുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ട്രംപിന്റെ വിഷയത്തിനെ വിമർശിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്തോ നമ്മൾ ട്രംപിനെ മനഃപൂർവ്വം കുറ്റം പറയുന്നത് പോലെയാണ് പലരും ഇവിടെ വന്നിട്ട് കമൻ്റൊക്കെ എഴുതിയത്. പക്ഷേ ഇപ്പം അവർക്ക് തന്നെ തിരിഞ്ഞിട്ടുണ്ടാവും എന്താണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്നുള്ളത്. യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷണർ ഉർസുല ഫോൺ ഡെർ ലൈൻ അവർ ഉക്രൈനിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള സ്പീച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. തികച്ചും ഈ 90 ബില്യൺ യൂറോ കൊടുക്കാൻ പറ്റാതെ വന്നതിൽ അവർക്ക് വിഷമമുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവർ ഉക്രൈനിൽ വിസിറ്റ് ചെയ്ത് റഷ്യ ഉക്രൈനിലേക്ക് ആക്രമണം നടത്തി തുടങ്ങിയ ദിവസമാണിത്, ഈ 24 ഫെബ്രുവരി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ എന്നുള്ള നിലയിൽ ഉർസുല ഫോൺ ഡെർ ലൈൻ ഉക്രൈനിൽ എത്തിയിട്ടുണ്ട്. മികച്ച ഒരു സ്പീച്ച് തന്നെ പുള്ളിക്കാരത്തി കൊടുത്തിട്ടുണ്ട്. അമേരിക്കയുമായിട്ടുള്ള ഈ വ്യാപാര കരാറുകളിൽ ട്രംപ് മുന്നോട്ട് വെക്കുന്ന പുതിയ താരിഫുകളൊന്നും യൂറോപ്യൻ യൂണിയന് ബാധകമല്ല, അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, ഞങ്ങൾ ആ പുതിയ താരിഫ് പ്രഖ്യാപനവുമായിട്ട് സഹകരിക്കില്ല എന്നാണ് യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷണർ ഉർസുല ഫോൺ ഡെർ ലൈൻ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രംപ് സുഹൃത്ത് രാജ്യങ്ങളെ വരെ വല്ലാത്ത രീതിയിൽ വെറുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ട്രംപ്. അതാണ് നിലവിലെ സാഹചര്യം. ഇനി നമ്മൾ അടുത്ത് നേരെ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയായിട്ടുള്ള മെക്സിക്കോയുടെ വിഷയം നോക്കി കഴിഞ്ഞാൽ, മെക്സിക്കോയിൽ ഈ എൽ മാഷോ അയാളെ കൊലപ്പെടുത്തി, മരുന്ന് മാഫിയയുടെ നേതാവായിട്ടുള്ള ഇവനെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് അവിടെ കുറേ പ്രശ്നങ്ങൾ നടന്നായിരുന്നല്ലോ. വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനെ തുടർന്ന് ഇന്ന് മിലിറ്ററി കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവർ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ്ട് ഒരു 23ഓളം മരുന്ന് മാഫിയയിലുള്ള ആൾക്കാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു 60 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മരുന്ന് മാഫിയ ഇന്നലെ നടത്തിയ അതിക്രമങ്ങളിൽ പ്രധാനപ്പെട്ട 3 ഏരിയ, ഇതിൽ ശരിക്കും ഞാൻ കാണിച്ചിരിക്കുന്ന മാപ്പിൽ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്തിരുന്ന ആ ലൊക്കേഷനിലാണ് ഈ അസാസിനേഷൻ നടന്നത്. എൽ മാഷോ എന്ന് പറഞ്ഞ ഇവരെ കൊലപ്പെടുത്തിയത് ഇവിടെ വെച്ചിട്ടാണ്. ഈ 1 മാർക്ക് ചെയ്തിരിക്കുന്നത് റെഡ് കളറിൽ നമ്പർ 1 മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ ലൊക്കേഷനിൽ. അപ്പോൾ ഇവിടം തൊട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പരിസരത്ത് ഒരു എയർപോർട്ട് ഉണ്ട്. ആ എയർപോർട്ട് മൊത്തത്തിൽ ഇവർ അടിച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഈ സ്ഥലത്തൂടെ ഒരു മെയിൻ റോഡ്, നാഷണൽ ഹൈവേ മാതൃകയിലുള്ള ഒരു മെയിൻ റോഡ് കണക്ടിവിറ്റി കടന്നു പോകുന്നുണ്ട്. ആ റോഡ് മൊത്തത്തിൽ അതിലേക്ക് പോകുന്ന ഹെവി ട്രക്ക് ട്രാൻസ്പോർട്ടേഷൻസ്, അതുപോലെ തന്നെ ഓയിൽ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, ഇതെല്ലാം തന്നെ അവർ തടഞ്ഞു നിർത്തി അവിടെ കത്തിച്ച് കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ആ എൻറ്റയർ റോഡ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഈ പരിസരത്തുള്ള ഒരു ആ ജയിൽ മൊത്തത്തിൽ ഒരു അടിച്ച് പൊട്ടിച്ച് കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കംപ്ലീറ്റ് തടവുകാരെയും ഇവർ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ 1000-ലധികം കുറ്റവാളികൾ ആ ജയിലിൽ നിന്നും ഇപ്പോൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് നിലവിലെ അവിടുത്തെ സാഹചര്യം. ഇതിൽ ഒരുപാട് മരുന്ന് കടത്ത് മാഫിയയുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ പിടിക്കപ്പെട്ട് അറസ്റ്റിലായ ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ മെക്സിക്കോ എന്ന് പറഞ്ഞ ആ ഒരു രാജ്യം മൊത്തത്തിൽ പല സ്റ്റേറ്റുകളിലും ഗുരുതരമായ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പം ആർമി കുറച്ചായിട്ട് ഓരോ സ്ഥലങ്ങളും റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവം. അവിടെ ഫൈറ്റിംഗ് ഒന്നുമില്ല. ഈ ഡ്രഗ് കാർട്ടൽസ് ആക്രമണം നടത്തി ഒഴിഞ്ഞുപോയ സ്ഥലങ്ങളെല്ലാം തന്നെ ആർമി പോയി റീക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മെക്സിക്കോ അമേരിക്കയ്ക്കെതിരെ ഒരു വലിയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇത് ഗ്ലോബലി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ശരിക്കും ഈ മെക്സിക്കോയിൽ ഈ ഡ്രഗ് കാർട്ടൽസ് ആയിട്ട് ഈ പിടിക്കപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയ ആയുധങ്ങൾ, പരമാവധി ആയുധങ്ങളെല്ലാം തന്നെ അമേരിക്കൻ മെയ്ഡാണ്. ഇതെല്ലാം തന്നെ അമേരിക്കയുടെ ഉള്ളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സോ അമേരിക്കയാണ് ഞങ്ങളുടെ ഉള്ളിൽ ഈ കാർട്ടൽസിനെ വളർത്തുന്നത് എന്നുള്ളൊരു ആരോപണം കൂടി ഇപ്പം മെക്സിക്കോയുടെ സൈഡിൽ നിന്നും അമേരിക്കയ്ക്കെതിരെ വരുന്നുണ്ട്. ട്രംപ് പറഞ്ഞിരിക്കുന്നത്, മെക്സിക്കോ നിങ്ങളുടെ ഞാൻ പറഞ്ഞതല്ലേ, ഞങ്ങളുടെ ട്രൂപ്പിനെ അയച്ചു തരാം, കാർട്ടൽസിനെതിരെ പൊരുതാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ അമേരിക്കൻ ട്രൂപ്സിനെ അയച്ചു തരാമെന്ന് പറഞ്ഞതല്ലേ മെക്സിക്കോയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ക്ലൗഡിയ ഷെയിൻബാമിൻ്റെ അടുത്ത് ഞാൻ അന്ന് പറഞ്ഞതാണ്. എങ്ങനെയാണ് അവരുടെ രാജ്യം അതിനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത്? വളരെ മോശപ്പെട്ട രീതിയിലാണ് ഹാൻഡിൽ ചെയ്തത്. എൻ്റെ രാജ്യം തന്നെ ഡിസാസ്റ്റർ എന്നുള്ള നിലയിലാണ് എത്തി നിൽക്കുന്നത്. അന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ സമ്മതം, ഒരു ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ US-ന്റെ ട്രൂപ്പിനെ അങ്ങോട്ട് അയച്ചേനെ. വി ഹാവ് ബ്രില്യൻറ്റ് സോൾജേഴ്സ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ട്രംപ്. ഇപ്പം മെക്സിക്കോ മറ്റൊരു തരത്തിലേക്ക് മാറുകയാണ്. കാരണം ഈ എൽ മാഷോ എന്ന് പറഞ്ഞ ഈ ഡ്രഗ് മാഫിയ തലവനെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് അവൻ്റെ ഒരു അനിയനുണ്ട്. അവൻ്റെ അനിയൻ സഹോദരനാണ് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. മെക്സിക്കോ ഗവൺമെന്റ് ഇന്ന് അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ശക്തമായ രീതിയിൽ ആക്രമണങ്ങൾ മെക്സിക്കോയുടെ ഉള്ളിൽ നടക്കുമെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. പക്ഷേ ഇവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി കഴിഞ്ഞാൽ ആർമിക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഈ കാർട്ടൽസിനെ അടിച്ചൊതുക്കാൻ കഴിയും എന്നാണ് മെക്സിക്കോയുടെ ഗവൺമെന്റ് പറയുന്നത്. അപ്പോൾ എന്തായാലും രണ്ടായാലും മെക്സിക്കോയിൽ ഇപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ റഷ്യക്കുള്ളിൽ ഇന്നലെ 2 എനർജി ഗ്രിഡുകളാണ് അറ്റാക്ക് നടത്തി തകർത്ത് കളഞ്ഞത്. തീർച്ചയായിട്ടും അതിനെ തുടർന്ന് റഷ്യ സെബ്രോഷീഷ്യ എന്ന് പറഞ്ഞ ആ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിന്യസിച്ചിട്ടുണ്ട്. ഈ ട്രൂപ്പുകളെയൊക്കെ വിന്യസിച്ചിരിക്കുന്ന സ്ഥലത്താണ് ഈ ബ്ലൂ കളർ റിഫ്ലക്ട് ചെയ്യുന്നത്. ബാറ്റിൽ ഗ്രൗണ്ടിൽ യെല്ലോ കളർ എന്ന് പറയുന്നത് റഷ്യയുടെ ഫ്രണ്ട് ലൈൻ, ബ്ലൂ കളർ എന്ന് പറയുന്നത് ഉക്രൈൻ്റെ ഫ്രണ്ട് ലൈൻ. ഇതിനകത്ത് കൂടുതൽ സ്ഥലങ്ങൾ ക്യാപ്ചർ ചെയ്തതായിട്ട് ഉക്രൈൻ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ മാപ്പിൽ വലിയ മൂവ്മെന്റ്സ് ഇല്ല. അതേസമയം ട്രൂപ്പ് വിന്യസിച്ചിട്ടുണ്ട്. ഒരുപാട് ഉക്രൈനിയൻ സോൾജേഴ്സിനെ ഈ ബ്ലൂ കളർ ഏരിയയിൽ കൂടുതലായിട്ട് ഡിപ്ലോയ് ചെയ്തിട്ട് അവർ ഈ ഫ്രണ്ട് ലൈൻ എന്നുള്ളത് നല്ല രീതിയിലുള്ള ഒരു ബാറ്റിൽ ഗ്രൗണ്ട് ആയിട്ട് മാറിയിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ യുദ്ധം തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് സോൾജേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഫ്രണ്ട് ലൈനിൽ. കാരണം ഫ്രണ്ട് ലൈനിൽ ഇപ്പോൾ യുദ്ധം കടുത്തിരിക്കുകയാണ്. ഞാൻ വെച്ചിരിക്കുന്ന മാപ്പ് കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പഴയതുപോലെ അല്ല ഉക്രൈൻ്റെ സൈഡിൽ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട് അവരുടെ ട്രൂപ്പ്. അതാണ് ഈ ബ്ലൂ കളറിൽ കാണിക്കുന്നത്. ഇന്ത്യയും ജപ്പാനും കൂടി ചേർന്നിട്ട് ഡീപ് സീ മൈനിങ് പ്രോജക്റ്റ് ഓൾറെഡി തന്നെ ലാസ്റ്റ് വീക്ക് പണ്ടേ സൈൻ ചെയ്തതാണ്. പക്ഷേ ലാസ്റ്റ് വീക്ക് ഒന്നുകൂടെ ഇതിനെക്കുറിച്ചുള്ള ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു ജപ്പാനും ഇന്ത്യയും തമ്മിൽ. അപ്പോൾ അതിനെ തുടർന്ന് ഈ ജപ്പാന്റെ ഭാഗത്ത് ഇന്ത്യ കൂടുതൽ താല്പര്യത്തോടു കൂടി എക്സ്കവേഷൻ നടത്താനും റെയർ എർത്ത് എലമെന്റ്സ് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാനും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ചൈന ഒരു 3 എലമെന്റ്സിന് വേണ്ടിയിട്ട് വല്ലാത്ത രീതിയിലുള്ള ഡിമാൻഡാണ് ഇപ്പം കൽപ്പിക്കുന്നത്. അത് ആർക്കും കയറ്റി അയക്കത്തില്ല, അതിന് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊന്ന് ഡെസ്പ്രോസിയം, എത്രിയം,
അതുപോലെ ടെർബിയം, ഇത്തരത്തിലുള്ള 3 എലമെന്റുകൾ ഞങ്ങൾ ഇനി ആർക്കും കയറ്റി അയക്കില്ല, ഞങ്ങൾക്ക് ഷോർട്ടേജ് ഉണ്ട്, ഞങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുകയാണെന്നുള്ള രീതിയിലുള്ള നിലപാടാണ് ചൈന എടുത്തിരിക്കുന്നത്. ഇത് തികച്ചും ക്രൂഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഡെവലപ്മെന്റ്സിനെ ബാധിക്കുന്ന 3 എലമെന്റ്സ് ആണ്. ഇത് വളരെ നിർണായകമാണ്. തീർച്ചയായിട്ടും ഇത് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യും. ഇപ്പം നിലവിൽ നമുക്ക് ഇനഫ് ക്വാണ്ടിറ്റി ഇത് ഉണ്ട്, പക്ഷേ ഇത് വൈകാതെ തന്നെ ഷോർട്ടേജ് വരും. കാരണം ചൈന ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ 1-2 മാസം, 1 മാസം കഴിയുമ്പോൾ നമുക്ക് ഈ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. ജപ്പാന്റെ കടൽ തീരങ്ങളിൽ ഈ എലമെന്റ് ഏറ്റവും കൂടുതലുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. അതിനെ തുടർന്ന് ജപ്പാനും ഇന്ത്യയും തമ്മിൽ ജോയിന്റ് വെഞ്ചറായിട്ട് അവരുടെ കടൽ തീരത്തു നിന്നും ഈ എലമെന്റുകൾ എടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അത് ആ പ്രോജക്റ്റ് എത്രയും വേഗം ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് മുന്നോട്ട് നീക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ജോർജിയയിൽ 2 പേരെ പിടികൂടിയിട്ടുണ്ട്. ഈ ജോർജിയയിൽ വെച്ചിട്ട് 2 പേരെ പിടികൂടിയപ്പോഴത്തേക്കും ഇവരുടെ കൈകളിൽ നിന്നും 2 കിലോ എൻറിച്ച്ഡ് യുറേനിയം, അതും ഈ ബോംബ് നിർമ്മിക്കാൻ പാകത്തിൽ എൻറിച്ച് ചെയ്ത യുറേനിയം ലെവലിൽ U-235 എന്ന ലെവലിൽ എൻറിച്ച് ചെയ്ത യുറേനിയം ഇവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ കയ്യിൽ യുറേനിയം, ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എങ്ങനെയാണ് ഇവരുടെ കൈകളിൽ നിന്നും കിട്ടിയത് എന്ന് ഇപ്പോഴും ഒരു ചോദ്യമായിട്ട് തന്നെ തുടരുകയാണ്. ഇതിൽ പ്രധാനമായിട്ട് പല രാജ്യങ്ങളുടെയും പേര് പറയുന്നുണ്ട്. റഷ്യയുടെ പേര് പറയുന്നുണ്ട്, ഇസ്രായേലിൻ്റെ പേര് പറയുന്നുണ്ട്, ഇറാൻ്റെ പേര് പറയുന്നുണ്ട്, അങ്ങനെ പല പല രാജ്യങ്ങളുടെ പേര് പറയുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഇത് എങ്ങനെ കിട്ടി എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. യുവമാരാണെങ്കിലും മിണ്ടുന്നുമില്ല. ഇതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. ഇൻവെസ്റ്റിഗേഷൻസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സീരിയസ് ആയിട്ടുള്ള ലെവലിലുള്ള അന്വേഷണങ്ങൾ നടത്തണം. അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ യുറേനിയം കൊണ്ട് കറങ്ങിക്കഴിഞ്ഞാൽ സുരക്ഷിതത്വം എന്ന് പറഞ്ഞ ആ ഒരു വാക്കിന് തന്നെ ഒരു അർത്ഥമില്ല. എവിടെയാണ് സെക്യൂരിറ്റി? പിന്നെ അണുബോംബിൽ വെച്ച് ബോംബിടേണ്ട സാധനങ്ങളൊക്കെ കയ്യിൽ പോക്കറ്റിൽ കൊണ്ട് നടക്കുകയാണ് ആൾക്കാർ. അപ്പോൾ എന്തായാലും ഇന്ന് കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ കവർ ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.